നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര അന്ധവിശ്വാസിയായിരുന്നുവെന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ പറയുന്നു. മുടി നീട്ടി വളർത്തിയ സ്ത്രീയാണ് അയാളുടെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് വിശ്വസിച്ചിരുന്നു, അല്ലെങ്കിൽ വിശ്വസിപ്പിച്ചിരുന്നു. തങ്ങളും കൊലപ്പെടുമെന്ന ഭയത്താലാണ് വീട്ടിൽ വരാതിരുന്നത് എന്നും പോലീസിനുള്ള വിശ്വാസം നഷ്ടമായെന്നും സുധാകരന്റെ മക്കൾ. നെന്മാറയിൽ കൊല്ലപ്പെട്ട ആ കുടുംബത്തിലെ അംഗങ്ങളാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ, അതായത് മരിച്ച രണ്ടുപേരുടെയും മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരണം എന്നുള്ള ഒരാഗ്രഹമാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. കാരണം അവർ ഉണ്ടായിരുന്ന ആ വീട്ടിൽ തന്നെ അന്ത്യവിശ്രമം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഇത് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വേറെ എവിടേക്കും കൊണ്ടുപോകണ്ട. അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. അച്ഛമ്മ അവിടെ നിന്ന് വിട്ടു പോവില്ല. ഒറ്റയ്ക്കാണ് ഇത്രയും കാലം അച്ഛമ്മ ഇരുന്നത്. അപ്പൊ അവസാനമായിട്ട് അച്ഛമ്മയും അച്ഛനും അവിടെ തന്നെ വേണം, വേറെ എവിടേക്കും കൊണ്ടുപോകണ്ട. അച്ഛനും കഷ്ടപ്പെട്ട്, അച്ഛനും ആഗ്രഹം ഉണ്ടായില്ല എൻ്റെ അവസാനം എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന്. അവിടെ തന്നെ മതി, പോത്തുണ്ടി തന്നെ മതി. നിങ്ങൾ ഇവിടെയാണോ സ്ഥിരമായിട്ട്? അവിടെ നിന്ന് പേടിച്ചിട്ടാണോ അവിടെ വന്ന്? പേടിച്ചിട്ട് ഞാൻ അമ്മന്റെ വീട്ടിലായിരിക്കും, കുരിശ്ശേരിയില്. ഈ അപ്പാപ്പനും അമ്മമ്മയും ഞാനും മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഇവരാണ് എന്നെ നോക്കുക. ഈ പ്രതിക്ക് എന്തെങ്കിലും എന്തെങ്കിലും അന്ധവിശ്വാസങ്ങൾ, അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ അങ്ങനെ ഉള്ളതായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും കൂടോത്രം? പക്ഷെ അമ്മ മരിച്ചതിന് ശേഷമാണ് ഞങ്ങളെ അറിയണത് അയാൾക്ക് ഇങ്ങനത്തെ അന്ധവിശ്വാസം ഉണ്ട്. ഓരോ ജോത്സ്യനെ കാണാൻ പോയി, നീണ്ട മുടിയുള്ള ആളാണ് അത്ര, അവരുടെ കുടുംബത്തില് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കോളനിയിൽ അവിടെ ഞങ്ങളുടെ അമ്മയ്ക്കും എൻ്റെ അമ്മയ്ക്കും മാത്രമേ ഉള്ളൂ ഇത്രയും നിറയെ മുടി. അപ്പൊ അയാൾ അതുകൊണ്ടായിരിക്കാം, അറിയില്ല. അമ്മയെങ്കിലും പോയി, ഇനി അച്ഛനെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അച്ഛനും പോയി, അച്ഛനെയും കൊന്നു. എന്നിട്ട് ഓരോ റിയാക്ഷനും പോലും പോലീസ് എടുത്തില്ല. ഇച്ചിരിയെങ്കിലും പോലീസ് എടുത്ത് ഇതുവരേക്കും കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ലെന്നാ പറയുന്നത്. പെട്ടെന്ന് കണ്ടത് അയാൾ തൂക്കി കൊണ്ടു മതി. അതല്ല ഞങ്ങൾക്ക് ഒരു സമാധാനം ഇല്ലെങ്കിൽ എന്നെയും കൊല്ലുമോന്ന് എനിക്ക് അറിയില്ല. നേരത്തെയും ഭീഷണി നിങ്ങളുടെ അടുത്തുണ്ടായിരുന്നു? അയാൾ ഇങ്ങനെ ആരുടെ അടുത്ത് സംസാരിക്കേയില്ല. ജനാലിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എല്ലാവരും നോക്കി വന്നും പോണവരെ നോക്കിയിരിക്കുകയാണ്. അയാളുടെ വീട്ടിൽ നിന്ന് നന്നായി കാണുന്നത് അപ്പുറത്തെ വീട്ടിൽ ഇരിക്കണം, ഞങ്ങളുടെ വീട്ടിലേക്ക് നേരെ കാണാം. അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കും ഞങ്ങൾ ആരുടെ അടുത്തെങ്കിലും സംസാരിച്ചാൽ അതൊക്കെ അയാളുടെ ഭാര്യയാണെന്ന് അയാൾ എന്നെ വിശ്വസിക്കണം. എല്ലാവരും തെറ്റിദ്ധാരണ. എന്തിന്റെ പേരിലാണ് അച്ഛനെയും കൊന്നെന്ന് അറിയാത്തത്. ഈ അവിടെ വന്നപ്പോ പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോയിരുന്നോ? ഇയാൾ പുറത്തിറങ്ങി വന്നിട്ട്? ഇല്ല, പേടിയായതുകൊണ്ടാണ് ഞാൻ കംപ്ലൈന്റ് കൊടുത്തത്. പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. എനിക്ക് അറിയില്ല, അയാൾ എനിക്ക് കാണുമ്പോഴേ പേടിയാണ്. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഇങ്ങനെ ഇയാളെ വന്ന സമയത്ത്? അച്ഛൻ എങ്ങനെ പറഞ്ഞു, ഇല്ല നമ്മളെ ഇനി ഒന്നും ചെയ്യില്ല മാന, നീ പേടിക്കണ്ടെന്ന് എന്നെ പറഞ്ഞത്. അച്ഛനും അറിയില്ലായിരുന്നു ഇനി അച്ഛനാണ് കൊല്ലാന്ന്. നാട്ടുകാര് ഇനിയും കൊല്ലണം വേണ്ടാണ് അയാൾ നടന്നത്. എന്തിനാ എൻ്റെ അച്ഛനെ കൊന്നെന്ന് അറിയില്ല. തീർച്ചയായും, അതായത് വലിയ ഒരു ഭയപ്പാടിലായിരുന്നു ഈ കുടുംബം അവിടെ കഴിഞ്ഞിരുന്നത്. പക്ഷേ അതിനൊന്നും തന്നെ യാതൊരു വിധത്തിലും പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലും ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളൊരു പരാതി അല്ലെങ്കിൽ ആ ഒരു ദുഃഖം ഇപ്പോഴും ഉണ്ട്. കൂടാതെ ഇനിയിപ്പോൾ അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ അച്ഛനെയും അച്ഛമ്മയെയും ഈ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നാണ്. അതായത് അവർ കഴിഞ്ഞിരുന്ന വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരണമെന്നുള്ളതാണ് മക്കളുടെ ഒരു ആവശ്യമായി മുന്നോട്ട് വയ്ക്കുന്നത്. 2019 അമ്മ നഷ്ടപ്പെട്ടതിന് ശേഷം അവർ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ വരികയാണ്. എല്ലാം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. കുറ്റവാളി ജയിലിലായി എന്ന ആശ്വാസത്തിൽ ജീവിക്കുന്ന കുടുംബത്തിലാണ് 2 മരണം കൂടി ഉണ്ടാകുന്നത്. ഈ കുഞ്ഞുങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല, അവർക്ക് പേടിയായിരിക്കും. ഏതെങ്കിലും ഒരു സമയത്ത് ഇയാൾ ചാടി വീഴും, അവരെയും കൊല്ലും എന്നുള്ളൊരു പേടി. അങ്ങനെ പേടിയിൽ കഴിയുന്ന 2 കൊച്ചു പെൺകുട്ടികൾ, ഇവരുടെ ദയനീയമായ കരച്ചിലാണ്. അത് വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ്. ഈ രീതിയിൽ കുറ്റവാളികൾ നമ്മുടെ സമൂഹത്തിൽ വിഹരിക്കുന്നു, അത് അയൽവാസികളായി ജീവിക്കുന്നു. എന്നിട്ട് ഇത് പരാതി കൊടുത്തിട്ടും വേണ്ട രീതിയിലുള്ള പ്രോപ്പറായിട്ടുള്ളൊരു അന്വേഷണം നടന്നില്ല. അത് വീണ്ടും ഇത്രയും വലിയ കൊടും ദുരന്തത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കൊടും കുറ്റവാളിയായ ചെന്താമരയ്ക്കായി വ്യാപകമായ തെരച്ചിൽ നടത്തുന്നുണ്ട് എന്നുള്ള വിവരമാണ് വരുന്നത്. 100 പോലീസുകാരും നാട്ടുകാരും ചേർന്ന് നെല്ലിയാമ്പതി മേഖലയിൽ ആകെ തിരച്ചിൽ തുടരുകയാണ്. മുങ്ങൽ വിദഗ്ധരെത്തി സമീപത്തെ കുളത്തിലും തിരച്ചിൽ നടത്തുന്നുണ്ട്.
അതിനിടയിൽ സംഭവിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇയാൾ ഈ കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ജോത്സ്യനെ കാണുകയുണ്ടായി. അപ്പോൾ ആ ജോത്സ്യനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീയാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങളുടെ കാരണം എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്കറിയാം, ഇപ്പം മുടി വളർത്തിയ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഈ 99.99% എന്ന് പറയുന്നത്. മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അയാൾ ഒരാളെ ഐഡന്റിഫൈ ചെയ്യാണ്, അവരെ കൊലപ്പെടുത്തുകയാണ്. ഇതൊക്കെ വന്ന് പറയുന്ന ആളുകൾക്ക് അതിൻ്റെ ഇങ്ങനെ ആളുകൾ തേടിയെത്തുമ്പോൾ അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒരു ജോത്സ്യൻ പറഞ്ഞു കൊടുക്കുകയാണ് മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീയാണ് എന്ന്. എന്തൊരു ലക്ഷണം ആണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്? അതൊക്കെ കേട്ട ആളുകളെ കൊല്ലാനും ചില മനുഷ്യർ. മാധു, ഇത് മുന്നിൽ വരുന്ന ചില ആളുകളെ ചില കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുക അല്ലെങ്കിൽ കബളിപ്പിക്കലാണെന്ന് ഒരുപക്ഷെ ഈ മുന്നിലിരിക്കുന്ന ആളിന് മനസ്സിലാകുന്നുണ്ടാവുന്നില്ല. ഇത്തരത്തിലുള്ള ജ്യോത്സ്യന്മാർ എന്ന് പറയുന്ന കള്ളനാണയങ്ങൾ ഒരുപക്ഷെ ആളുകൾക്ക് വിശ്വസിക്കാവുന്ന തരത്തിൽ ശാസ്ത്രാടിസ്ഥാനത്തിൽ ചെയ്യുന്ന ജ്യോതിശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇങ്ങനെ ആളുകളെ കബളിപ്പിക്കുന്ന, ആളുകളെ പറ്റിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതൊക്കെ വിശ്വസിക്കാനും നമ്മുടെ നാട്ടിൽ കുറച്ച് ആളുകളുണ്ട് എന്നുള്ളതാണ്. ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ ആണ് തേടിയെത്തുന്നത്. ഇപ്പം ജോത്സ്യന് മുന്നിലേക്ക് ഒരാൾ വരുമ്പോൾ അയാളുടെ പശ്ചാത്തലമൊന്നും അറിയണമെന്നില്ല. അങ്ങനെ പശ്ചാത്തലം അറിയാത്ത ഒരാൾ പറയുന്ന ഒരു കാര്യം അത് വെച്ചിട്ട് ഒരാളുടെ ജീവൻ നഷ്ടമാവുകയാണ്. അപ്പം നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആളുകളെ അവരുടെ ആവശ്യങ്ങളെയൊക്കെ പരിഗണിക്കാതെ നടത്തുന്ന ഇത്തരം പരാമർശങ്ങൾക്ക് ജീവന്റെ വിലയുണ്ട് എന്നതുകൂടി നമ്മൾ അറിയേണ്ടതാണ്. ഇത് നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തുടരെ ഉണ്ടായിട്ടും ഇപ്പോൾ പത്തനംതിട്ട ഇലന്തൂര് ഒരു സംഭവം ഉണ്ടായി, നരബലി തന്നെ ഉണ്ടായി. ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ ഒരു സംഭവം ഉണ്ടാകുന്നു, ആളിനെ സമാധിയിരുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ഇപ്പോൾ ഇങ്ങനെ മുടി നീട്ടി വളർത്തിയ സ്ത്രീയാണ് എല്ലാത്തിനും കുഴപ്പത്തിന് കാരണം. ഗ്രീഷ്മയുമായി ബന്ധപ്പെട്ട കേസ്, ഷാരോൺ വധക്കേസ്, അവിടെയും ഇത്തരത്തിലുള്ള ചില ഉപദേശങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കാണുന്ന ആളുകൾക്ക് അതിനെപ്പറ്റി ഒരു ചിന്ത കൂടി വേണം എന്നതുകൂടി പറഞ്ഞു വെക്കുന്നു.